Hello fighters! Welcome back to my channel. ഞാൻ അനുമോൾ ജാളി തടതമ്യാലിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UP സ്കൂൾ അസിസ്റ്റന്റ് 2016 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന്റെ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Meera usually visit the church twice in a month. ഇവിടെ വിസിറ്റിന്റെ ഏത് ഫോം ഓഫ് വെർബ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സെന്റൻസ് ഏത് ടെൻസിലാണെന്നാണ്. ഈ സെന്റൻസ് ഏത് ടെൻസിലാണ് ഇരിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ സെന്റൻസിലും അതത് ടെൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സിഗ്നൽസ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ അത് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. ഇവിടുത്തെ സിഗ്നൽ വേർഡ് ആണ് യൂഷ്വലി. യൂഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണെന്ന്, അതായത് ഒരു ഹാബിറ്റ് ആണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മാസവും 2 പ്രാവശ്യം ചേർച്ചിൽ പോകുന്നത് മീരയുടെ ഒരു ഹാബിറ്റ് ആണ്, മീരയുടെ ഒരു ശീലമാണ് എന്ന മീനിങ്ങിലാണ് വരുന്നത്. അപ്പൊ മീര ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ്, എല്ലാ മാസവും മീര ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ആ മാസം മീരയ്ക്കുള്ളൊരു ഹാബിറ്റ് ആണ്. അതുകൊണ്ട് ഹാബിച്വൽ ആക്ഷൻസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. എങ്ങനെ മനസ്സിലായി? ഇവിടെ സിഗ്നൽ വേർഡ് ആദ്യം മനസ്സിലാക്കണം. സിഗ്നൽ വേർഡ് യൂഷ്വലി ആണ്. യൂഷ്വലി, എവറി ഡേ എന്നൊക്കെ പറയുന്നത് സിഗ്നൽ വേർഡ്സ് ആണ്. ഡെയിലി എന്നൊക്കെ പറഞ്ഞ സിഗ്നൽ വേർഡ്സ് ആണ്. അപ്പൊ അങ്ങനെ സിഗ്നൽ വേർഡ് വന്നതുകൊണ്ട് ഇത് ഹാബിച്വൽ ആക്ഷൻ ആണെന്ന് മനസ്സിലായി. ഹാബിച്വൽ ആക്ഷൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതനുസരിച്ച് ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരണം. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കുക? വിസിറ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്. വിസിറ്റ്സും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിൽ വിസിറ്റ് ആണോ വിസിറ്റ്സ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനാണ് ഞാൻ കോൺകോഡും പരദൂഷണം പറച്ചിലും എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിന് കൊടുത്തേക്കാവേ. അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ മീരയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? മീര ഒറ്റയ്ക്കാണ്. മീരയെ പറ്റി നമുക്ക് എന്ത് പരദൂഷണം വേണമെങ്കിലും പറയാം. അതുകൊണ്ട് മീരയുടെ കൂടെ നമ്മൾ എന്താ ചേർക്കുക? വിസിറ്റ്സ് ആണ് ചേർക്കുക. പരദൂഷണം പറയാമെങ്കിൽ വേർബിന്റെ കൂടെ എസ് ചേർക്കാം. അതനുസരിച്ച് മീരയെ പറ്റി പരദൂഷണം പറയാം. സോ വിസിറ്റ്സ് ആണ് വരിക. ഇനി ഇതല്ല നിങ്ങളുടെ യൂഷ്വൽ ഇംഗ്ലീഷ് വെച്ചിട്ട്, നിങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വെർബ് വരണം. അത് വെച്ച് നോക്കുമ്പോൾ മീര ഒറ്റയ്ക്കാണ്, പരദൂഷണം പറയാവുന്നത് പോലെ മീര സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വെർബ് വരുന്നു. അതുകൊണ്ട് വിസിറ്റ്സ് വരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? വിസിറ്റ്സ് ആണ് വരിക. വിസിറ്റഡും ഹാഡ് വിസിറ്റും ഒക്കെ എന്താ വരുന്നത്? ഇതൊക്കെ പാസ്റ്റ് ടെൻസാ. ഇതൊന്നും വരില്ല. പ്രസന്റ് ടെൻസ് തന്നെ വരണം. അതും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ വരണം. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് us go for a walk. ഇത് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസിൽ പൊതുവെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ്. വിൽ യു വോണ്ട് യു ആണ് പൊതുവെ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. എല്ലാ കാര്യത്തിനും ഒരു എക്സെപ്ഷൻ ഉണ്ടാവുമല്ലോ, അതുപോലെ ഇതിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇമ്പറേറ്റീവ് സെന്റൻസിൽ ലെറ്റസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൽ ബി ആയിരിക്കും. എന്തായിരിക്കും? ഷാൽ ബി ആയിരിക്കും. ഇമ്പറേറ്റീവ് സെന്റൻസിൽ ലെറ്റസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൽ ബി ആയിരിക്കും. ഇനി ലെറ്റ് മീ ആണെങ്കിലോ? ലെറ്റ് മീ ആണെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു തന്നെയാണ് വരിക. അതായത് ഇമ്പറേറ്റീവ് സെന്റൻസിൽ ഉള്ള എക്സെപ്ഷണൽ കേസ് ലെറ്റസ് മാത്രമാണ്. ലെറ്റസ് വരുമ്പോൾ ഷാൽ ബി ആ വരിക. ബാക്കിയുള്ള കേസുകളിൽ എല്ലാം സാധാരണ ഇമ്പറേറ്റീവ് സെന്റൻസ് പോലെ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യും. ഇനി ഇത് സ്ഥിരമായിട്ട് PSC നിങ്ങൾക്ക് ഒരുക്കി വെക്കുന്ന ഒരു ട്രാപ്പാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെറ്റസിന്റെ ഓർമ്മയിൽ പഠിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ലെറ്റ് മീ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റസിന്റെ ഓർമ്മയിൽ ലെറ്റസ് വരുമ്പോൾ ഷാൽ ബി അല്ലേ? അപ്പോൾ PSCയുടെ ഒരു ഓപ്ഷൻ ആയിട്ട് ഷാൽ ഐ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷാൽ മീ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ആ ലെറ്റസ് ഷാൽ ബി ആണെങ്കിൽ ലെറ്റ് മീ ഷാൽ ഐ അല്ലേ എന്ന്. അത് തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ അത് തെറ്റായിട്ടാണ് വരിക. സോ ശ്രദ്ധിക്കണം, എന്താണ്? ലെറ്റസ് വരുമ്പോൾ മാത്രമാണ് ഷാൽ ബി വരിക. ബാക്കി എല്ലാ കേസുകളിലും വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ് നമ്മൾ എന്തായിട്ട് ചേർക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ചേർക്കുന്നത്. ഇനി അടുത്തത്, ചിൽഡ്രൻ എൻജോയ്ഡ് ഡാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇവിടെ നേച്ചർ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അല്ലെ? യുണീക്ക് ആയതുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെ നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യാറ്. അതനുസരിച്ച് ദ നേച്ചർ എന്നാ വരിക. ദ സ്കൈ, ദ മൂൺ, ദ എർത്ത്, ദ ബ്ലൂ സ്കൈ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ നേച്ചർ യൂണീക്ക് ആയതുകൊണ്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നാ പറയാം. ഇനി അടുത്തത്, ഈ ക്വസ്റ്റ്യനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റാനാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് ആദ്യം നോക്കണം. എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇതൊരു സാധാരണ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ്.
അപ്പോൾ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച്, ഒരു സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? അത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണ് നോക്കണം? അത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ്. ഇനി അതിനകത്തെ റിപ്പോർട്ടിംഗ് വെർബ് നോക്കണം. സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് ആൻസറിനകത്ത് മനസ്സിലാകും റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണെന്ന്. അതായത് ഈ ഇൻവേർട്ടഡ് കോമയുടെ പുറത്ത് കൊടുത്തിട്ടുള്ള വെർബാണ് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? സെഡ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ്, അതായത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസിലെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രം, എങ്ങനെ? സ്റ്റേറ്റ്മെന്റ് സെന്റൻസിലെ റിപ്പോർട്ടിംഗ് വെർബ്, അതായത് ഇൻവേർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രം ടെൻസ് ചേഞ്ച് ആകും. ഏതിലെ ടെൻസ് ചേഞ്ച് ആകും? ഈ സെന്റൻസിൽ, അതായത് തന്നിട്ടുള്ള ഈ സെന്റൻസിലെ ടെൻസ് ചേഞ്ച് ആകും. സോ അതനുസരിച്ച് ഇവിടുത്തെ ടെൻസ് മാറണം. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് എന്ത് വരും? ടെൻസ് മാറും. ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന് 2 ഭാഗങ്ങളുണ്ട് അല്ലേ? ഹരി സെഡ് എന്ന് പറഞ്ഞത് ഒരു ഭാഗമാണ്, ഐ വാസ് എ സ്റ്റുഡന്റ് ഓഫ് APJ അബ്ദുൽ കലാം എന്നുള്ളതും ഒരു സെന്റൻസ് ആണ്. അപ്പൊ 2 സെന്റൻസുകളുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഇത് രണ്ടും കൂടെ ഒറ്റ സെന്റൻസ് ആയി മാറും. അങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് 2 സെന്റൻസുകൾ കമ്പൈൻ ചെയ്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ ഒരു കൺജങ്ഷന് ചേർക്കണം. എന്താ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ? 2 സെന്റൻസുകളെ യോജിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻ. ആൻഡ്, ബട്ട്, അതൊക്കെ ബിക്കോസ് ഒക്കെ കൺജങ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ കൺജങ്ഷൻ എപ്പോഴും ദാറ്റ് ആയിരിക്കും. ഓരോ ടൈപ്പ് ഓഫ് സെന്റൻസിന് ഓരോ ടൈപ്പ് ഓഫ് കൺജങ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ കൺജങ്ഷൻ എപ്പോഴും ദാറ്റ് ആയിരിക്കും. സോ അതനുസരിച്ച് ഇവിടെ എല്ലായിടത്തും ദാറ്റും ഉണ്ട്. സോ അതും നമ്മൾ പേടിക്കണ്ട. ഇനി നമ്മൾ എന്ത് നോക്കണം? ടെൻസ് മാറുന്ന നോക്കി വെച്ചാൽ മതി. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? വാസ് ആണ്. അപ്പൊ ടെൻസ് മാറുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് എന്തുണ്ടാകും? വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാകും. അതേപോലെ ക്വസ്റ്റ്യനകത്ത് വാസ് അല്ലെങ്കിൽ വേർ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് എന്താ ഉണ്ടാകുക? ഹാഡ് ബീൻ ആണ് ഉണ്ടാവുക. ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ വാസ് ആണ്. സോ അതുകൊണ്ട് ഇത് എങ്ങോട്ടേക്ക് മാറണം? വാസ് ഇവിടെ വരുന്നതല്ലേ? അതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്താ നമ്മൾ ഉപയോഗിക്കുക? ഹാഡ് ബീൻ അല്ലേ ഉപയോഗിക്കുക. സോ അതനുസരിച്ച് ഹാഡ് ബീൻ വരണം. ഇവിടെ മാത്രമേ ഹാഡ് ബീൻ ഉള്ളൂ. സോ ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, കവിത റോട്ട് എ നോവൽ. ഇത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. സോ നിങ്ങൾക്ക് ഇനിയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ എളുപ്പ വഴി മനസ്സിലാകും. എളുപ്പ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാസീവ് വോയിസ് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ പാസീവ് വോയിസിന്റെ 3 സ്റ്റെപ്പല്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതണം, ഓക്സിലറി വെർബും V3യും ചേർക്കണം, ബൈ ചേർക്കണം. ഇങ്ങനെ 3 സ്റ്റെപ്പല്ലേ ഉള്ളത്. സോ അതനുസരിച്ച് പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുന്ന സമയത്ത് എങ്ങനെയാ വരുക? ഇവിടെ പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മീൻസ് എ നോവൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എല്ലായിടത്തും എ നോവൽ വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ അതിന്റെ ടെൻഷൻ അടിക്കണ്ട. ഇനി നമുക്ക് ഓക്സിലറി വെർബ് നോക്കാം. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കടം വാങ്ങിക്കണം. അപ്പൊ അതിനു മുമ്പ് റോട്ട് എന്ന് പറഞ്ഞാൽ V1 ആണോ V2 ആണോ V3 ആണോ നോക്കാം. ഈ റോട്ട് എന്നുള്ളത് റൈറ്റിന്റെ V2 ആണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ്. ഇതാണ് V1 V2 V3. അപ്പൊ ഇതനുസരിച്ച് റോട്ട് എന്ന് പറഞ്ഞാൽ V2 അഥവാ പാസ്റ്റ് ടെൻസ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ കടം വാങ്ങിക്കുന്നത് പാസ്റ്റ് ടെൻസിലുള്ള ആരെങ്കിലും ആയിരിക്കണം. പാസ്റ്റ് ടെൻസിൽ ആരൊക്കെ ഉണ്ട്? വാസും ഉണ്ട്, വേറും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു നോവൽ ആയതുകൊണ്ട് നമ്മൾ വാസിനെയാ കടം വാങ്ങിക്കുക. സോ ഇവിടെയും വരാം. അപ്പൊ ഓപ്ഷൻ എ വരാൻ സാധ്യതയുണ്ട്, ഓപ്ഷൻ സിയും വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്ത് നോക്കണം? ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ V3യും കൂടെ വരണം. റോട്ടിന്റെ V3 എന്താ? റിട്ടൺ അല്ലേ. സോ അതനുസരിച്ച് ഇവിടെ എന്ത് വരണം? റിട്ടൺ വരണം. ഇവിടെ റോട്ട് എന്താണ്? V2 ആ. ഇത് ശരിയാണോ? അല്ല, V3 അല്ലേ വരേണ്ടത്. സോ ഓപ്ഷൻ സി തെറ്റാണ്. പകരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പാസീവ് വോയിസ് ഒന്ന് കണ്ടു നോക്കി നോക്കും. നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാവേ. ഇനി അടുത്തത്, ഡാഷ് ഇസ് എ സിനോണിം ഓഫ് പ്രിമിറ്റീവ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയത്, പുരാതനമായ എന്നുള്ള മീനിങ് ആ. അതിന്റെ സെയിം മീനിങ് ഉള്ള വേർഡാണ് എന്ത്? ഏൻഷ്യന്റ്. പഴയത് അഥവാ പുരാതനമായ എന്നുള്ള മീനിങ് ആണ് പ്രിമിറ്റീവ് വരുന്നത്. അതേ സെയിം മീനിങ് ആണ് ഏൻഷ്യന്റിന് വരുന്നത്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ വരുന്നത്? സിനോണിം മീൻസ് സെയിം മീനിങ് ആണ് സിനോണിം. ഇനി മോഡേൺ മീൻസ് ആധുനികം എന്നുള്ള മീനിങ്, ആധുനികമായിട്ടുള്ളത്, പുതിയതെന്നുള്ള മീനിങ് ആണ് മോഡേൺ വരുന്നത്. ഓർഡിനറി മീൻസ് സാധാരണമായ. പ്രസ്റ്റീജ് മീൻസ് അന്തസ്. പ്രസ്റ്റീജിയസ് ഇഷ്യൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതായത് നമ്മുടെ അന്തസ്സിന്റെ കാര്യമാണെന്ന് പറയുന്ന പോലെ പ്രസ്റ്റീജ് മീൻസ് അന്തസ്സാണ്.
ഇനി ഡാഷ് ഇസ് എ ഫ്രേസൽ വേർബ് ഓഫ് ദ വേർഡ് ടോളറേറ്റ്. ടോളറേറ്റ് എന്നുള്ളതിന്റെ ഫ്രേസൽ വേർബ് എന്താണെന്ന് ചോദിക്കുന്നത്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കുക, വിയർ. ഷീ പുട്ട് ഓൺ ഹെർ ഷൂസ് എന്ന് പറയാറുണ്ട്, ധരിച്ചു എന്നുള്ള മീനിങ്ങിൽ. പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിംഗ്വിഷ്. ദേ പുട്ട് ഔട്ട് ദി ഫയർ എന്ന് വെച്ചാൽ അവര് തീ അണച്ചു. എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്ന പറഞ്ഞാൽ അണയ്ക്കുക എന്നുള്ള മീനിങ്ങാ. അപ്പൊ പുട്ട് ഔട്ടിന് എക്സ്റ്റിംഗ്വിഷ് എന്നുള്ള മീനിങ്ങാ വരുന്നത്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ. ദേ പോസ്റ്റ്പോണ്ടഡ് ദ മീറ്റിംഗ് അല്ലെങ്കിൽ ദേ പുട്ട് ഓഫ് ദി മീറ്റിംഗ് എന്ന് വരും. അപ്പൊ പോസ്റ്റ്പോൺ മീൻസ് മാറ്റി വെക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ മാറ്റി വെച്ചു അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ള മീനിങ് വരും. പുട്ട് അപ്പ് വിത്ത് ആണ് ടോളറേറ്റ് എന്ന മീനിങ് വരുന്നത്. ടോളറേറ്റ് മീൻസ് സഹിക്കാം. ഓ എനിക്ക് അവനെ സഹിക്കാൻ വയ്യ, ഐ ക്യാൻ നോട്ട് ടോളറേറ്റ് ഹിം അല്ലെങ്കിൽ ഐ ക്യാൻ നോട്ട് പുട്ട് അപ്പ് വിത്ത് ഹിം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ടോളറേറ്റിന്റെ മീനിങ് എന്താണ്? പുട്ട് അപ്പ് വിത്ത് ആണ്. ഇനി ഡാഷ് ഇസ് എ ഫ്രേസൽ വേർബ്. സോറി, ഇത് അതേ ക്വസ്റ്റ്യൻ തന്നെയാ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സഫിക്സ്. സഫിക്സും പ്രീഫിക്സും. പ്രീഫിക്സ് എന്താന്ന് ഓർത്ത് കഴിഞ്ഞാൽ സഫിക്സ് നമുക്ക് പെട്ടെന്ന് കിട്ടും. പ്രീ ഡിഗ്രി എന്ന് കേട്ടിട്ടുണ്ടോ? പ്രീ ഡിഗ്രി എന്താണ്? ഡിഗ്രിക്ക് മുമ്പുള്ളതാണ് പ്രീ ഡിഗ്രി. നമ്മുടെ പ്ലസ് ടുവിന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പ്രീ ഡിഗ്രിന്ന്. അപ്പൊ അതുപോലെ പ്രീഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിന് മുമ്പ് ചേർക്കണതാണ് പ്രീഫിക്സ്. ഒരു വേർഡിന് മുമ്പ് ചേർക്കുന്ന സാധനമാണ് പ്രീഫിക്സ്. ഇവിടെ നമുക്ക് പ്രീഫിക്സ് നോക്കാം. എൻകറേജ്, എൻ എന്നുള്ളത് പ്രീഫിക്സ് ആണ്. കറേജ് എന്നതിന് മുമ്പിൽ ചേർത്തിട്ടുള്ളതാണ് എൻ. സോ അതാണ് ഇവിടുത്തെ പ്രിഫിക്സ്. അപ്പൊ പ്രിഫിക്സിന്റെ ഓപ്പോസിറ്റ് ആണ് സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിന്റെ അവസാനം ചേർക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയാം? സഫിക്സ് എന്ന് പറയാം. പ്രിഫിക്സ് മുമ്പിൽ ചേർക്കുന്നു, സഫിക്സ് അവസാനം ചേർക്കുന്നു. ഇവിടെ സക്സസ് എന്നുള്ള വേർഡിന്റെ അവസാനം ചേർക്കുന്നതാണ് ഫുൾ. സോ അതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു സഫിക്സ് ആണ്. ഇവിടെയാണെങ്കിലോ ഡിസ്ലൈക്ക്, ഡിസ് എന്നുള്ളത് ലൈക്കിന് മുമ്പ് ചേർക്കുന്നതായതുകൊണ്ട് ഇത് പ്രിഫിക്സ് ആണ്. അതുപോലെ ഇംപോസിബിൾ, പോസിബിളിന് മുമ്പ് ചേർക്കുന്നത് കൊണ്ട് ഇം എന്നുള്ളത് ഇതും ഒരു പ്രിഫിക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നമ്മുടെ ആൻസർ മനസ്സിലായാലും സഫിക്സ് എന്താണ്? സക്സസ്ഫുൾ ആണ്, അതിൽ ഫുൾ എന്നുള്ളതാണ് സഫിക്സ്. ഇനി വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ. മനുഷ്യന്മാരെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ഒട്ടും ഹേറ്റ് ചെയ്യുന്ന ഒരാളെ എന്തെന്നാ വിളിക്കുന്ന ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് റൂട്ട് വേർഡ്സ് ഉണ്ട്. ഇത് അറിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. മിസോ എന്ന് പറഞ്ഞാൽ ഹേറ്റ് എന്നുള്ള മീനിങ് ആണ്. മിസോ അല്ലെങ്കിൽ മിസ് എന്ന് പറഞ്ഞാൽ ഹേറ്റ് ആണ്. ഫിൽ അല്ലെങ്കിൽ ഫിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ആണ്. സോ ഇവിടെ മിസോ ഗൈനിസ്റ്റ് മീൻസ് മിസ് എന്ന് പറഞ്ഞാൽ ഹേറ്റ് ആണ്. ഗൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗൈനക്കോളജി ഇസ് എ സ്റ്റഡി റിലേറ്റഡ് ടു വുമൺ അല്ലെ, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡിയാണ് ഗൈനക്കോളജി. അപ്പൊ ഗൈൻ മീൻസ് സംതിങ് റിലേറ്റഡ് ടു വുമൺ ആണ്. സോ സ്ത്രീകളെ വെറുക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മിസോ ഗൈനിസ്റ്റ് എന്ന് പറയാം. ഹേറ്റ് വുമൺ എന്ന് വരും. ഇനി മിസാന്ത്രോപ്പ്, മിസ് മീൻസ് ഹേറ്റ് ആണ്. ആന്ത്രോപ്പ്, ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പറ്റിയുള്ള സ്റ്റഡിയാണ് ആന്ത്രപ്പോളജി. സോ മാൻകൈൻഡ് ആയതുകൊണ്ട് അപ്പൊ ആന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹേറ്റ് മാൻകൈൻഡ് ആണ്. അപ്പൊ മിസാന്ത്രോപ്പ് ഹേറ്റ് മാൻകൈൻഡ്. ആന്ത്രപ്പോളജി സ്റ്റഡി അബൌട്ട് ഹ്യൂമൻ ബീങ്സ് ആണ് കേട്ടോ. ഇനി മിസോലോജിസ്റ്റ്, മിസോ ഞാൻ പറഞ്ഞു ഹേറ്റ് ആണ്. ലോജിസ്റ്റ് മീൻസ് ലോജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ, ലോജിക്കൽ ആയിട്ടുള്ള വാഗ്വാദങ്ങളെയൊന്നും ഇഷ്ടമില്ലാത്ത ആള്, തർക്കങ്ങളൊന്നും താല്പര്യമില്ലാത്ത ആളെയാണ് നമ്മൾ ഹേറ്റ് ആർഗ്യുമെന്റ് ആണ് നമ്മൾ എന്ത് പറയാ? മിസോലോജിസ്റ്റ് എന്ന് പറയാം. ഇനി മിസോഗാമിസ്റ്റ്, മിസ് മീൻസ് ഹേറ്റ് ആണ്. ഗാമി മീൻസ് യൂണിയൻ അല്ലെങ്കിൽ മാരേജ് എന്ന് വരും. അപ്പോൾ മാരേജ് ഇഷ്ടമില്ലാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുക? മിസോഗാമിസ്റ്റ് എന്നാ വിളിക്കാം. ഇനി ഫിൽ ആണെങ്കിലോ ലവ് ആണ്. സോ ഫിലാന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് പൊതുവെ, ഇതും വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിലാന്ത്രോപ്പ് ചോദിച്ചിട്ടുണ്ട്. ഫിലാന്ത്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ്സ് മാൻകൈൻഡ് അഥവാ മനുഷ്യ സ്നേഹി എന്ന് പറയാം. ഇതില് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും പല ഓപ്ഷൻസും വേറെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഓപ്ഷനും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഇസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? ഇതിലേതാണ് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്? അത് ബ്രോഷർ ആണ്. ബ്രോഷർ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിനെയൊക്കെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്, അതാണ് ബ്രോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് BROCHURE ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ UPSC ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ എല്ലാവരും പറയണ പോലെ നോട്ടിഫിക്കേഷന്റെ ആ ബട്ടണും ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. Thank you so much for watching and have a great day. May God bless you all and bye-bye.